മലയാളത്തിൽ സൂപ്പർ ഹിറ്റായിരുന്ന അഞ്ജലി മേനോൻ ചിത്രം ബാംഗ്ലൂർ ഡേയ്സ് തമിഴ് റീമേക്ക് പരാജയപ്പെട്ടതിനെക്കുറിച്ച് നടൻ റാണ ദഗുപതി നടത്തിയ തുറന്നുപറച്ചിൽ ചർച്ചയാകുന്നു. തമിഴിലേക്ക് റീമേക്ക് ചെയ്തപ്പോൾ ആ ചിത്രത്തെ തങ്ങൾ നശിപ്പിച്ചു കളഞ്ഞുവെന്നാണ് റാണയുടെ വെളിപ്പെടുത്തൽ. സിനിമയിൽ ഏറ്റവും മറക്കാനാവാത്തതും എന്നാൽ വേദന നൽകുന്നതുമായ ഒരു അനുഭവത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞ നടൻ റാണ ദഗുപതി അഞ്ജലി മേനോൻ സംവിധാനം ചെയ്ത മലയാള ബ്ലോക്ക് ബസ്റ്ററായ ബാംഗ്ലൂർ ഡേയ്സിന്റെ തമിഴ് റീമേക്കിൽ റാണ അഭിനയിച്ചിരുന്നു. എന്നാൽ ആ സിനിമ പുനഃസൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതിനിടെ തങ്ങൾ ആ സിനിമയെ നശിപ്പിച്ചെന്ന് നടൻ പറയുന്നു. ദുൽഖറും ഞാനും സ്കൂൾ കൂട്ടുകാരാണ്. എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ടത് ബാംഗ്ലൂർ ഡേയ്സിലെ അദ്ദേഹത്തിന്റെ കഥാപാത്രത്തെയാണ്. പക്ഷേ അത് തമിഴിലേക്ക് റീമേക്ക് ചെയ്തപ്പോൾ ഞങ്ങളത് പൂർണ്ണമായും നശിപ്പിച്ചു. ചിത്രത്തിന്റെ ഷൂട്ടിംഗിൽ നടൻ ആര്യ എന്നോട് പറഞ്ഞത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. മച്ചാ നോക്ക്, ദുൽഖറും നിവിനും ചെറുപ്പക്കാരായ പിള്ളേരാണ്. നമ്മളെ കണ്ടാൽ റിട്ടയർ ജീവിതം നയിക്കുന്ന മധ്യവയസ്കരെ പോലെയുണ്ട്. ഭാസ്കർ സംവിധാനം ചെയ്ത തമിഴ് പതിപ്പായ ബാംഗ്ലൂർ നാട്കൾ വൻ പരാജയമായിരുന്നു. ചിത്രത്തിൽ റാണ ദഗുപാട്ടി, ആര്യ, ബോബി സിംഹ, പാർവതി തിരുവോത്ത്, ലക്ഷ്മി റായ് എന്നിവരാണ് അഭിനയിച്ചത്. റാണ ഫഹദ് ഫാസിലിന്റെ കഥാപാത്രം കൈകാര്യം ചെയ്തപ്പോൾ ആര്യാണ് ദുൽഖറിനെ അവതരിപ്പിച്ചത്. നിവിൻ പോളിയുടെ വേഷം ചെയ്തത് ബോബി സിംഹയാണ്. എന്നാൽ മലയാളത്തിലെ വിജയം ആവർത്തിക്കാൻ തമിഴ് പതിപ്പിനും ഹിന്ദി പതിപ്പിനും സാധിച്ചിട്ടില്ല. എന്റർടൈൻമെന്റ് ഡെസ്ക്, മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.